ബഡീസ് ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ വണ്ടിയിൽ പെട്രോൾ തീരെ കുറവായിരുന്നു കേട്ടോ. പോകുന്ന വഴി എവിടെയെങ്കിലും നിൽക്കും എന്നുള്ള പേടി കൊണ്ട് അക്കുവിനോട് പറഞ്ഞു, അക്കു എങ്ങനെയും എന്നെ പെട്രോൾ പമ്പിൽ എത്തിക്കടിയും പറഞ്ഞു. ഇവളെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ പെട്രോൾ പമ്പിൽ തന്നെ എത്തിച്ചു. അങ്ങനെ ആദ്യത്തെ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഫുഡ് കഴിക്കാനും പെട്രോൾ അടിക്കാനും പൈസ ആയി എന്ന് വിചാരിച്ചു. സമയം 4:04 ഡിസംബർ മാസമായതുകൊണ്ട് നല്ല തണുപ്പും. ഒന്ന് ചൂടാവാൻ വേണ്ടി സ്വിഗ്ഗിയുടെ കോട്ട് എടുത്തിട്ടു. ഇന്ന് കൂടുതലും ഔട്ട് ഓഫ് സോൺ ആയിരുന്നു ഓട്ടം. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടേ ഇല്ല. അവസാനത്തെ ഓർഡർ കൊടുക്കാൻ പോകുമ്പോൾ വണ്ടിയിൽ എണ്ണ മിന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം 11:45. അടുത്തെവിടെയും പെട്രോൾ പമ്പും ഇല്ല. അങ്ങനെ അത് സംഭവിച്ചു ബഡീസ്. റൂമിലേക്കാണെങ്കിൽ 7 കിലോമീറ്റർ, പെട്രോൾ പമ്പിലേക്കാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ. എന്തു ചെയ്യുന്ന അറിയാതെ അവസാനം വണ്ടി തള്ളി പോകുന്ന വഴി ലൈറ്റ് കൊണ്ട് തീർത്ത ദൈവങ്ങളുടെ ചിത്രം കണ്ടു. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. ഒപ്പം യേശുവിനെയും മാതാവിനെയും പ്രാർത്ഥിച്ചു. ഒരു അതിശയം തന്നെ സംഭവിച്ചു ബഡീസ്. അതിൽ പോയ 3 ബംഗാളി ചേട്ടന്മാർ വണ്ടി നിർത്തി. എനിക്ക് വേണ്ടി ക്യാനിൽ എണ്ണ നിറച്ച് ആരോ പറഞ്ഞുവിട്ട പോലെ തോന്നി. ഏതായാലും ദൈവങ്ങൾക്ക് ഞാൻ നന്ദി അറിയിച്ചു. അവരോടും നന്ദി പറഞ്ഞു. അവരങ്ങനെ ദൂരേക്ക് അകന്നു. കണ്ണു നിറഞ്ഞു പോയി ബഡീസ്. റൂമിൽ പോയി അവരുടെ ചിന്ത മാത്രം. മൊബൈൽ നമ്പർ വാങ്ങിച്ചുകൊണ്ട് ചാറ്റ് ചെയ്ത് അവർക്കുള്ളൊരു 100 രൂപ പൈസ അയച്ചു.